പിണക്കമെല്ലാം മറന്ന് അച്ചമ്മ വശ്യനെ പിടിച്ചിരുത്തുകയും കൊച്ചുമക്കളോട് വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചന്ദ്രമതിനെ കളിയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് അച്ചമ്മേനെ വിളിച്ചു വരുത്തിയ രേവതിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുന്നു. ശേഷം കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച സാരി അച്ചമ്മ വശ്യയ്ക്ക് നൽകുമ്പോൾ വശ്യ അച്ചമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ശേഷം എനിക്കൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ശ്രീകാന്തിനെ അച്ചമ്മ തല്ലുമ്പോൾ ശ്രീകാന്ത് അച്ചമ്മേനെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് സച്ചിനെ തിരക്കുന്ന അച്ചമ്മയോട് സച്ചി പിണങ്ങിയിരിക്കുന്നവരും രേവതി പറയുമ്പോൾ അവന്റെ പിണക്കം മാറ്റാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് അച്ചമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കേസരി എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നു. തുടർന്ന് കേസരിയുടെ മണമടിച്ച് കൊതി സഹിക്കാനാവാതെ സച്ചി ഹാളിലേക്ക് ഓടിയെത്തുകയും അച്ചമ്മയുടെ കയ്യിൽ നിന്നും കേസരി തട്ടിപ്പറിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നിന്റെ അമ്മ നിന്നെ കാണുന്നത് പോലെയല്ല ഞാൻ എൻ്റെ മകനെ കാണുന്നതെന്നും ഇവൻ എൻ്റെ ജീവനാണെന്നും അച്ചമ്മ സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് വിഷമമാകുന്നു. തുടർന്ന് വീട്ടിൽ നടക്കുന്നതൊക്കെ ഇനി എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ഇവന് കിട്ടിയതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് അച്ചമ്മ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് അച്ചമ്മേനെ വിവരങ്ങൾ അറിയിച്ചതിന് രേവതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രനും അച്ചമ്മയും കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് അവിടെ എത്തുന്ന ശ്രീകാന്തിനെ വശ്യനെ അച്ചമ്മ ഉപദേശിക്കുകയും ഇന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും പറയുന്നു. ശേഷം സച്ചിയെയും രേവതിയെയും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ചന്ദ്രമതിക്ക് അച്ചമ്മ കണക്കിന് കൊടുക്കുന്നു. ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന അച്ചമ്മേനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.